ഇനി ഒരു കടം വീട്ടിയ കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. കടം എന്ന് പറയുമ്പോൾ 50 വർഷം പഴക്കമുള്ള ഒരു കടം. ആ കടം വീട്ടിയ സംതൃപ്തിയിലാണ് മലപ്പുറം വെളിമുക്ക് സ്വദേശി CP അബ്ദുള്ള. ആന്ധ്രയിലെ കച്ചവടക്കാരനായിരുന്ന ഇബ്രാഹിമിന് നൽകാനുണ്ടായിരുന്ന 93 രൂപയുടെ കടബാധ്യതയാണ് ഇദ്ദേഹം തീർത്തത്. ആന്ധ്രയിലെത്തിയ കടം നൽകിയ വ്യക്തിയുടെ കുടുംബത്തെ കണ്ടെത്തിയാണ് 93 രൂപയുടെ ഇന്നത്തെ മൂല്യം വരുന്ന പണം അബ്ദുള്ള കൈമാറിയത്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കടബാധ്യത 93 റുപ്യ ഉള്ളൂ, സംഭവം ശരി. പക്ഷേ അത് മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ അത് വീട്ടുക എന്നുള്ളത് അങ്ങനെ പോയി 800 കിലോമീറ്റർ പോയിട്ടാണ് ആന്ധ്രയിൽ കർണൂൽ എന്ന സ്ഥലത്താണ് നമ്മൾ ആളെ കണ്ടുപിടിച്ചത് അവരൊന്നും ഇല്ല, 50 വർഷം മുമ്പുള്ള. അപ്പം അതിൻ്റെ യഥാർത്ഥ ഉടമയും മക്കളൊക്കെ മരിച്ചു പോയിട്ട് പേരമക്കളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ അവർക്ക് കൊടുത്ത് നമ്മളത് അവസാനിപ്പിക്കുകയും ചെയ്ത് വളരെ സന്തോഷമുണ്ട് കാര്യത്തിൽ. 50 വർഷം മുൻപ് വാങ്ങിയ 93 രൂപയാണ്. ആ 93 രൂപയ്ക്ക് അന്ന് അത്രയും വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ അബ്ദുള്ളയ്ക്ക് അന്ന് അത് അത്രയും ആവശ്യവുമായിരുന്നിരിക്കാം. പക്ഷേ 50 വർഷത്തിനിപ്പുറം ആ കടം വീട്ടണമെന്ന് തോന്നിയ ആ ഒരു മനസ്സുണ്ടല്ലോ, അത് വളരെ വലുതാണല്ലേ. അരുൺ അമൃതനാഥ് കൂടുതൽ വിശേഷം പറയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, അബ്ദുള്ളയുടെ ആ മനസ്സിൽ അല്ലേ, നമ്മൾ 50 വർഷം മുൻപേ വാങ്ങിയ കടം വീട്ടാൻ തോന്നിയല്ലോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ 93 രൂപയാണ് അന്ന് വാങ്ങിയത്. ഇന്ന് അതിന് ആ മൂല്യം വരുന്നതിനുള്ള തുകയാണ് കുടുംബത്തിന് കൈമാറിയതും. ആ മനസ്സിനെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം അല്ലേ അരുൺ? ഒരു സിനിമാറ്റിക് സ്റ്റൈലിലുള്ള ഒരു ജീവിത കഥ. കാരണം അതിനു വേണ്ട ചേരുവകളെല്ലാം ഉള്ള ഒരു കടം വീട്ടലിൻ്റെ കഥയാണ് CP അബ്ദുള്ള എന്ന തിരൂരങ്ങാടി സ്വദേശിയായ വ്യവസായി കാണിച്ചു തന്നിട്ടുള്ളത്. ഏകദേശം 50 വർഷത്തോളം പഴക്കമുണ്ട് ഒരു 93 രൂപയുടെ കടം വീട്ടിയ കഥയ്ക്ക്. അതായത് 1970 അവസാനത്തിലാണ് ഈ CP അബ്ദുള്ള എന്ന വ്യവസായി ആന്ധ്രാപ്രദേശിൽ ഹോട്ടൽ നടത്തുന്നത്. ആ സമയത്താണ് തൊട്ടടുത്തുള്ള പലചരക്ക് കട നടത്തിയിരുന്ന വ്യക്തിയുമായി ഇത്തരത്തിലൊരു 93 രൂപയുടെ കടബാധ്യതയുള്ളത്. അങ്ങനെ ആ സമയത്ത് പ്രതിസന്ധി ഘട്ടത്തിൽ പണമൊക്കെ ഇല്ലാതായി ഹോട്ടൽ പൂട്ടി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഒന്നും ആ കടം വീട്ടാൻ സാധിച്ചില്ല. നാട്ടിൽ വന്നു, വ്യവസായ സംരംഭമൊക്കെ ആരംഭിച്ചു. പിന്നീട് 20 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ കടം വീട്ടാനുള്ളൊരു ചിന്ത വന്നു. പക്ഷെ അന്ന് അന്വേഷിച്ചപ്പോഴൊന്നും കണ്ടെത്താനായില്ല. പിന്നീട് ഇതാ 50 വർഷങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കളായ ഷഫീഖ് പാണക്കാട് എന്ന് പറഞ്ഞ സമൂഹ മാധ്യമത്തിലും ഇവിടെയൊക്കെ പരിചിതനായിട്ടുള്ളൊരു വ്യക്തിയുണ്ട്. ഒപ്പം തന്നെ സഫീലും മുജീബ് എന്ന് പറയുന്ന ആളുകളെല്ലാം കൂടി തന്നെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ആന്ധ്രാപ്രദേശിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആദ്യ ഘട്ടത്തിൽ തന്നെ ഇതിൽ ആളെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെ വീണ്ടെടുത്ത് ആ കടയിലെത്തി. അപ്പോൾ ആ ഇബ്രാഹിം മിയ എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകനും മരിച്ചിട്ടുണ്ടായിരുന്നു. പേരക്കുട്ടിയാണ് കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞു ഈ പണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, വന്നതിൽ തന്നെ സന്തോഷമായിരുന്നു. പക്ഷേ ഇന്നത്തെ മൂല്യം വെച്ചുള്ള ഒരു തുകയും സമ്മാനിച്ചു. ആ ബന്ധങ്ങളെല്ലാം വീണ്ടും ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഈ CP എന്തായാലും അത് ഏറ്റുവാങ്ങിയത് ആ കടം കൊടുത്ത ആളുടെ ചെറുമകനാണ് അത് ഏറ്റുവാങ്ങിയത്. എന്തായാലും ആ ഒരു കണ്ടുമുട്ടൽ തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ ഒരു മുഹൂർത്തമായിരിക്കും അല്ലെ.